എങ്ങോട്ടാ എങ്ങോട്ടാന്ന് ആ എങ്ങോട്ടാ അപ്പനോട് ചോദിക്കാം എങ്ങോട്ടാണ് വെയിൽസ്. സോ നമ്മൾ പോകുന്നത് സൗത്ത് വെയിൽസിലോട്ടാണ്. അവിടെ എന്താ കാണാനുള്ള നീ? അവിടെ കുറെ ആ കാറ് നമ്മളെ വെട്ടിക്കും, പക്ഷെ നമ്മൾ എടുക്കും. അവിടെ കുറെ വാട്ടർഫോൾസും കുറെ ട്രെക്കിങ്ങും ഒക്കെ ഉണ്ട് എന്നാണ് നമ്മൾ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകണേ. വാട്ടർഫോൾസിന്റെ പേരൊക്കെ അറിയോ നീ? ഒരു 4 വോക്ക് വാട്ടർഫോൾസ് ഉണ്ട്, അറിയാവോ? നമുക്ക് പറയാൻ പറ്റില്ല പേരുകൾ, അങ്ങനത്തെ പേരുകളാ. സ്കുഡ് സ്കുഡ് കോർ അങ്ങനെയൊക്കെയോ കുറെ പേരുകൾ പഠിച്ചിട്ട് നീ പറയണം കേട്ടോ. ഓക്കെ. മഴ പെയ്തു. എന്തൊരു നല്ല തുടക്കം. അവിടെ മഴയില്ലായിരിക്കും അല്ലേ അപ്പ? പക്ഷെ ഇന്ന് മഴ പറഞ്ഞിട്ടില്ല. 3 ദിവസം ക്ലൗഡി ആയിട്ട് കിടക്കുന്ന മഴ പറഞ്ഞിട്ടുള്ളൂ. അവിടെ മഴയില്ലായിരിക്കും. സൗത്ത് ആംപ്ടണിലെ മഴ നോക്കാം നമുക്ക്. ആഹാ എന്താ ട്രാഫിക്. മോർണിംഗ് 9 o'clock ട്രാഫിക്. പക്ഷെ നമ്മൾ കറക്റ്റ് 2 hours 30 hours സൗത്ത് ആംപ്ടണിൽ നിന്ന് നമുക്ക് സൗത്ത് ആംപ്ടണിൽ നിന്ന് ഈ സൗത്ത് വെയിൽസിലോട്ട് നമ്മൾ പോകുന്നത് ഒരു കോട്ടേജ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ബെഡ്വെൽറ്റി ലോഡ്ജ് അങ്ങോട്ടാ പോകുന്നത്. അപ്പൊ സൗത്ത് ആംപ്ടണിൽ നിന്ന് അവിടെ വരെ എത്താനായിട്ട് നമുക്ക് 2.5 hours 2 hours 40 minutes. നമ്മൾ 10 minutes ഇറങ്ങിയിട്ട് 2 hours 40 minutes ആണ് കാണിക്കുന്നത്. നല്ല വിശപ്പുള്ളതുകൊണ്ട് നമ്മൾ ഓൺ ദ വേ ഒരു സർവീസിൽ നിർത്തിയിരിക്കുകയാണ്. എവിടെയാ? വിഞ്ചസ്റ്റർ സർവീസ്. വീട്ടിൽ നിന്ന് പറയുള്ളൂ, പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് വെക്കണുള്ളൂ. ഇത് എടുക്കുമ്പോൾ മൂശാട്ട പറ്റില്ല കേട്ടോ. നിങ്ങൾ തന്നെ മൂശാട്ട. അപ്പൊ നമ്മൾ ഓൺ ദ വേ സർവീസിൽ കയറി കുഞ്ഞു മാക്ക് ഓർഡർ ചെയ്യും. വാട്ടർഫോൾസിന്റെ പേരൊക്കെ പഠിച്ചോ? നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് തളർന്നിരിക്കുന്ന കെട്ടിയാൻ, നിങ്ങൾക്ക് എന്താണ് ഈ ട്രിപ്പിനെ കുറിച്ച് പറയാനുള്ളത്? ഈ ട്രിപ്പിനെ കുറിച്ച് പറയേണ്ടത് കള്ളു കുടിച്ച് അർമാദിച്ച് തിരിച്ചു. അതിനാണ് പോകുന്നത്, സ്ഥലങ്ങൾ കാണാനൊന്നും അല്ലേ? അല്ല, കാണുകയും ചെയ്യാലോ. എന്താണ്? എനിക്ക് ഹാഷ് ബ്രൗൺ വേണം. താങ്ക് യു. അങ്ങനെ വയറ് നിറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ യാത്ര തുടരുകയാണ്. ലോറി കണ്ടോ? ഒക്കാഡോ ആണോ? അല്ല, വാട്ട് ഈസ് ദാറ്റ്? AO. ഹലോ AO, ലെറ്റ്സ് ഗോ. കണ്ടോ, ഇതുപോലെ കാരവനൊക്കെ വാങ്ങിച്ചു പോണോപ്പാ, കിടന്നു പോവാലോ. നമുക്കിനിയും 20 minutes കൂടെ ഉള്ള. ഏത് മൂഡ്? ന്യൂപോർട്ട് അങ്ങോട്ടാണ്, നമ്മൾക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത്. ഈ റോഡിന് പേരില്ലേ? ഹെഡ്സ് ഓഫ് ദ വാലി റോഡ്. കൊള്ളാലോ, ഹെഡ്സ് ഓഫ് ദ വാലി. വാലി ആണല്ലോ, ഇവിടെ ഒരു മലയല്ലായിരുന്നു. അപ്പർക്ക് അവനി, വൈഫ് അനി. ഇവിടുത്തെ പേരുകളൊക്കെയാണ് ഒരു രക്ഷയില്ല വായിക്കാൻ. വെൽഷാണ്. വെൽഷാന്ന് പറഞ്ഞ എന്ത് പോക്കൃത്തരം എഴുതി വെക്കാവോ? നല്ല രസമാണ് ആ മല. ബ്യൂട്ടിഫുൾ. നിറച്ച് ക്യാമറകളാണ്. ആണല്ലേ?
ഓ മൈ ഗോഡ്. ബിവെയർ. വെയിൽസിൽ വരുന്നവർ സൂക്ഷിക്കുക. വെയിൽസ് നിറച്ച് ക്യാമറയാണ്. എന്ത് വണ്ടി അത്? എന്ത് കൊണ്ടുപോകാനുള്ള അതിനകത്ത് കൊടിയൊക്കെ പിടിപ്പിച്ച്? ഇതെന്താ സംഭവം? ഇതെന്താ ഇത്? വാട്ട് ഇസ് ദിസ്? ഇവര് കൊണ്ടുപോണ ഈ വണ്ടിയില് ഫാമിങ്ങോ? ട്രാക്ടറിന്റെ വല്ലായിരിക്കും. ആ ട്രാക്ടറിന്റെ ടുഗദർ ആക്കണം. പ്ലാൻ കണ്ടു നമ്മുടെ സ്ഥലം പ്ലാനഗഞ്ച്. ഇതാ നമ്മുടെ സ്ഥലം. ചെവി അടഞ്ഞാ എന്താ? ആൾട്ടിറ്റ്യൂഡാണോ ഹൈറ്റ് ആണോ? ഒരു ആർച്ച് ബ്രിഡ്ജ്. വിൻഡ് മില്ല് നന്നായിട്ട് ഇവിടെ നല്ല രസമുണ്ട് കാണാൻ. മൂന്നെണ്ണം ഇങ്ങനെ. അപ്പൊ ഒരു വിൻഡ് മില്ലും കോസ്റ്റ് എഫക്റ്റീവ് അല്ല. സോളാർ ആണെങ്കിലും സോളാറാണ് എപ്പോഴും ചീപ്പ്. സോളാറാ. കാരണം എന്ന് വെച്ചാല് വെറുതെ കിട്ടുന്ന എനർജി. പണ്ട് സോളാർ പാനൽസിന് ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. അതുകൊണ്ടാണ് സോളാർ പാനൽ ചീപ്പറായി. അത് ഒരു കാലം തോറും ഓരോ എനർജി വരും. എത്താറായിട്ടോ നമ്മള്. ട്രെഡ്ഗാർ. ഇതാണ് നമ്മുടെ സ്ഥലം. ട്രെഡ്ഗാർ. A4048 ട്രെഡ്ഗാറിലാണ് നമ്മുടെ അക്കോമഡേഷൻ. അക്കോമഡേഷന്റെ അടുത്ത് എവിടെയോ ലിഡിൽ ഉണ്ടെന്നാ പറഞ്ഞേ. അപ്പൊ അത് നോക്കി വെച്ചോട്ടോ. ഓൺ ദ വേ എവിടെയെങ്കിലും ലിഡിൽ കാണുവാണെങ്കിൽ. നമുക്ക് 2 minutes കൂടെ ഉള്ളൂ. അപ്പൊ എവിടെയാണ് ലിഡിലുള്ളത്? 2 more minutes. ലിഡിൽ അവിടെ ഉണ്ടല്ലേ? എവിടെ? തൊട്ടടുത്താണ് ലിഡില്. ഓക്കെ, ദാറ്റ്സ് വെരി ഗുഡ്. സൺഷൈൻ. മൈ ഗോഡ്, ഇത്ര നേരം ഗ്ലൂമി ആയിരുന്നു. നമ്മുടെ ഹോളിഡേ തുടങ്ങിയപ്പോ സൺഷൈൻ വന്നു. വാവ്, സൺഷൈൻ. ഇത് അങ്ങനെയാണ് ഐശ്വര്യം ഉള്ളവര് വന്നാ കുളിക്കും അല്ലേ? നീ എന്തിനാ ചിരിക്കുന്നത്? പിന്നെ ഞാൻ ഫുള്ള് വീഡിയോയിലാക്കും. ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയ വീഡിയോ വിരോധികൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്ത് ലിഡിൽ ഇവിടെ അടുത്താണ് ഇവിടെ തൊട്ട് ഓപ്പോസിറ്റാ. എന്ത് ഫ്ലാറ്റാ? എവിടെയത്? ബെഡ്വെൽ ലോഡ്ജ്. ബെഡ്വെൽ ടീ അല്ല, ബെഡ്വെൽ ടീ ഹൗസോ അങ്ങനെ എന്തോ. ബെഡ്വെൽ ടീ ലോഡ്ജ്. ബെഡ്വെൽ ടീ ലോഡ്ജ്. ആദ്യം പോയവര് സർവീസിൽ ഇറങ്ങിയിട്ട് നോക്കട്ടെ. അപ്പൊ ഇതാണ് ബെഡ്വെൽ ടീ ലോഡ്ജ്. 2 ലിവിംഗ് ഇതുപോലെ ഉണ്ട്. കിച്ചൺ എവിടെ? കിച്ചൺ എവിടെ? നമ്പർ എടാ, പിൻ നമ്പർ. കിച്ചൺ എവിടെയാ? ഓക്കെ, അതൊക്കെ എത്തി. കിച്ചൺ ഫ്രിഡ്ജ്, നല്ല വലിയ ഫ്രിഡ്ജ് ഉണ്ട്. ഓക്കെ, പാത്രങ്ങളൊക്കെ ഉണ്ടോ നോക്കി. പാത്രം ഉണ്ടോ നോക്ക്. നമുക്ക് ഭക്ഷണത്തിന്റെ കാര്യമാണ്. വെയിറ്ററത്തിന് ഉണ്ട്. ആ പാത്രങ്ങളൊക്കെ മതി. നമുക്ക് അതൊക്കെ മതി. ചായ ഞാൻ ഏലക്ക കൊണ്ടുവന്നുണ്ട്. ഏലക്ക ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയാലോ? ചെറിയൊരു കുഞ്ഞ് ഗാർഡൻ പോലെ. മോളിൽ പോയി നോക്കാം. വാ, ലെറ്റ്സ് ഗോ അപ്സ്റ്റേഴ്സ്. ഏതാ? ബാക്കിലല്ലേ? കഴിയുമ്പോ നോക്കാം. ഓക്കെ, റൂം 1, റൂം 2 ആൻഡ് റൂം 3. ഏതെങ്കിലും റൂം. ഇത് ഷവറും ടോയ്ലറ്റും.
കൊള്ളാം, നല്ല സൗകര്യമുണ്ട്. ടോയ്ലറ്റ് 1 2 താഴെ ഉണ്ടല്ലേ, താഴെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. സോ ദിസ് ഇസ് ബെഡ്വെൽറ്റി ഹൗസ്. ബാക്കിലൊരു കുഞ്ഞു ഇതുപോലെ ഉണ്ടേ, ബെഡ്വെൽറ്റി ലോഡ്ജ്. നൈസ്. കള്ളു കുടിക്കാനുള്ള സെറ്റായി. ഇത് ബാർബിക്യൂ മെഷീൻ, നല്ലൊരു ഗാർഡൻ, നല്ല ഫ്ലവേഴ്സ് ഒക്കെ. ബ്യൂട്ടിഫുൾ. ലിഡിലേ ഇവിടെ ഇങ്ങനെ നമുക്ക് അവരോട് പറയാം, ചേട്ടാ ഒരു ബ്രെഡ് ഇട്ട് തരൂ എന്ന് പറയുമ്പോ രാവിലെ ചേട്ടാ ബ്രെഡ് ഇട്ട് അത്ര അടുത്ത. ഡൈനിങ് ടേബിൾ ഇല്ലല്ലോ ഒന്നല്ലേ. വൺ ഐഡിയ ആണേ, സ്നൂക്കർ ചേഞ്ച് ഇൻടു ഡൈനിങ് ടേബിൾ. ഇത് വലിച്ചു നോക്കി. ആണോ? ഓ, ടേബിൾ ടെന്നീസ് കോർട്ടും. ഇത് വലിക്കാൻ പറ്റുന്നില്ലേ ഈ സാധനം? അല്ല, അവരാരും വലിക്കട്ടെ. നോക്കിയേ. ഓ, ചിലപ്പോ അവിടെ സ്റ്റക്കായിരിക്കും. കൊള്ളാം 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 കൊള്ളാം. നൈസ് നൈസ് നൈസ്. അത് കൊള്ളാം. ഈ ടേബിൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് കൊള്ളാം, ഈ ഐഡിയ. ഡൈനിങ് ടേബിളും സ്നൂക്കറും. ഡൈനിങ് ടേബിളാണ്, അതിന്റെ പുറത്ത് ആ ബോർഡ് വെച്ചിട്ട് ഡൈനിങ് ടേബിൾ ആക്കുവാണ്. ഡൈനിങ് ടേബിള്, ടേബിൾ ടെന്നീസ്, സ്നൂക്കർ, 3 in 1. വൺ ഐഡിയ. ഗാർഡൻ നോക്കട്ടെ. ഇവിടെ ഒരു ബാർബിക്യൂ മെഷീൻ. നല്ല വെയിലായിട്ടോ നോക്കുമ്പോഴേക്കും. ഇവിടെ നല്ല കാറ്റുണ്ട്, തണുപ്പുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങി പോവാ ലിഡിലോട്ട്. കണ്ട, ഞാൻ പറഞ്ഞില്ലേ. നൈസ്, നല്ല സൗകര്യമുണ്ട്. ൊക്കെ തുറക്കാറില്ല ഞാൻ. എനിക്ക് പൂട്ട് തുറന്ന് പരിചയമില്ല. നമ്മുടെ വീട് നേരെ പൂട്ടിയല്ലോ. നീയാണ് പൂട്ടിയത്. എനിക്ക് ഇവിടെ വെയിൽസ് എത്താറായപ്പോ ഒരു സംശയം വന്നു, അങ്ങനെ വീട് പൂട്ടിയോന്ന്. ഞാൻ ഇവിടെ വെയിൽസ് എത്തിയപ്പോഴേക്കണേ ഞാൻ വീട് പൂട്ടിയോന്ന്. ഞാൻ പൂട്ടി. തിരക്കൊന്നുമില്ലല്ലോ. ദ റെയിൽവേ വെൽക്കം. ബിയറുണ്ട്. ബിയറല്ലല്ലോ, ഭക്ഷണം വേണ്ടേ. എന്ത് മറ്റേ നാട്ടിലെ ആ ചെടിയാണോ ഇങ്ങനെ എന്താ പടക്കം പൊട്ടിക്കുന്നത്? നോക്കട്ടെ. ഓ, പൊട്ടി 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 പൊട്ടി. പടക്കം പൊട്ടിക്കുന്ന ചെടി. നാട്ടിലെ പടക്കം പൊട്ടിക്കുന്ന ചെടി കണ്ടിട്ടില്ലേ? ചൊറിയോ അവസാന എല്ലായിടത്തും അടിച്ചു കയറ്റുന്നുണ്ട്. ഇല്ല, അത് പൊട്ടിയില്ല. നേരത്തെ പൊട്ടിയായിരുന്നു. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. അവിടെ ഭക്ഷണം വല്ലതും ഉണ്ടോ? ബിയറുണ്ടെന്ന് ലാല് പറയും. ഭക്ഷണം കിട്ടുമെന്ന് ചോദിച്ചപ്പോ ബിയർ ഉണ്ടെന്ന്. ഭക്ഷണമാണോ ബിയർ? ബിയറും ഭക്ഷണമാണ്. അത് നിനക്ക്. റെയിൽവേ വെൽക്കം. അപ്പൊ നമ്മള് താമസിച്ച സ്ഥലത്തിന്റെ തൊട്ടടുത്താണ്. ഏതായാലും 0.3 miles ഉള്ളൂ. നിന്നിട്ട് ഇങ്ങനെ അടിക്കുന്നത് അതല്ല നീന്തൽ. സ്ലൈഡർ കൊണ്ട് തുടങ്ങാം. കയാക്കിങ്ങിന് പ്രീവിയസ് എക്സ്പീരിയൻസ് വേണം. ദിലീഷങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട് നീന്തി. അകത്ത് ചെല്ലുമ്പോൾ നീന്തല് നല്ല എക്സ്പീരിയൻസാ. നീന്തിക്കോളും എവിടെ കിടന്നാലും. നീന്തിയോളും. സഞ്ചിയൊക്കെ ഇട്ട് എങ്ങോട്ടാ? അയ്യോ, വീഡിയോ ചന്തക്ക് പോവാ. ശരിക്കും നമ്മുടെ ഒത്തിരി അടുത്തായത് കണ്ടോ? വീടിന്റെ തൊട്ടപ്പുറത്താണ് ലിഡില്. ക്രോസ് ചെയ്യണം. എന്താ ഉണ്ടാക്കുന്നത്? അരിയാനാണ് പാട്. എന്താ ഉണ്ടാക്കുന്നത്? ക്രാബ്സ്, തോരൻ,
തോരൻ, ഞണ്ട് കണ്ട ഞണ്ട് ഇരിക്കുന്നുണ്ട്, ഞണ്ട് പിടയ്ക്കുന്ന ഞണ്ട് ഇപ്പൊ നമ്മൾ കറിയായിട്ട് വരാം. ആൻഡ് കാബേജ് തോരൻ. ഉള്ളി പൊളിക്കൽ നമ്മൾ തിന്നും. ഞാൻ വെറുതെ നോക്കി നിൽക്കണം. പാത്രമൊക്കെ കഴുകി. എന്താ ഡോണ സ്പെഷ്യല്? ക്യാബേജ് തോരൻ ആൻഡ് ഞണ്ട്. ഓ ക്യാരറ്റ് നോക്കി ലിഷയുടെ മാച്ചിങ്. അതെ, ടോപ്പും ക്യാരറ്റും. ക്യാരറ്റ് സുന്ദരി. അതെ. ഹലോ ചിയേഴ്സ് രാകേഷ് രാഘു. അരെ ಸ್ವಲ್ಪ ಬೇಗ ಬನ್ನಿ ಮಗ. Cheers ಗ್ಲಾಸ್. ಗ್ಲಾಸ್ ಇಲ್ಲ. ಗ್ಲಾಸ್ ತಗೊಂಡ್ಬೇಕು. ಬೇಕಾದ್ರೆ ಇಲ್ಲದ ಬೇಕಾದ್ರೆ ಹೇಳಿ. ചിക്കൻ എന്താ ഉണ്ടാക്കണേ? ചിക്കൻ മുകളായോ? അതെന്താ അത് സ്പെഷ്യൽ? മുകളിലാവും, അതാണ് ചിക്കൻ മുകളായി. ഓക്കെ, നമുക്ക് നോക്കാം ചിക്കൻ മുകളായി എന്ത് മുകളാകൂന്ന്. ചിക്കൻ കറി അപ്പൊ നമ്മുടെ ചിക്കൻ കറി റെഡി. ഞണ്ട് ഓൺ ദ ഹോപ്പ്. മാസ്റ്റർ ഷെഫ് വിത്ത് അസിസ്റ്റന്റ്. അസിസ്റ്റന്റ് ഫിറ്റ് ആയി പോയി, അതുകൊണ്ട് രണ്ട് കറി എന്താവും അറിഞ്ഞൂടാ. അടിപൊളി ചിക്കൻ കറി, ക്യാബേജും പപ്പടവും അച്ചാറും റെഡി. ഹാമിന് കിട്ടിയില്ലേ? ഹാമിന് കൊടുത്തു.